വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലെന്നാരോപിച്ച് സർക്കാരിനെതിരെ ആരോപണശരം തുടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ടൗൺഷിപ്പിൽ മന്ത്രി കെ രാജൻ നടത്തിയ പരിശോധന നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മന്ത്രിയുടെ രൂപത്തിൽ തൃശൂരിൽ നിന്ന് ഒരു പണിക്കാരനെ കിട്ടിയെന്നായിരുന്നു ചാണ്ടിയുമ്മൻ എം.എൽ.എയുടെ അധിക്ഷേപം. ഒരു വീട് പോലും വച്ചുകൊടുക്കാതെ വിള്ളൽ കാണാനിറങ്ങിയ യൂത്ത് കോൺഗ്രസിന് നാണമില്ലേ എന്ന് മന്ത്രി വി. ശിവൻകുട്ടി തിരിച്ചടിച്ചു. എന്ത് നാടകമാണ്! മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കുന്നത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? മന്ത്രി ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. വിള്ളൽ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ആയുധമേറ്റെടുത്ത് സർക്കാരിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിള്ളൽ പരിശോധിക്കേണ്ടത് മന്ത്രിയല്ല, എഞ്ചിനീയർമാരാണ്. നടന്നത് ഗുരുതര ക്രമക്കേട്. ടൗൺഷിപ്പ് ഉദ്ഘാടനം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കാപഠ്യമായിരുന്നുവെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. ചാണ്ടിയുമ്മൻ തികച്ചും അധിക്ഷേപകരമായ പരാമർശവുമായാണ് മന്ത്രിയെ ആക്രമിക്കാനെത്തിയത്. മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഊരാളുങ്കലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇന്നലെ കണ്ടത്. വീട്ടുകാരനെതിരെ സൈബർ ആക്രമണം നടത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല. UDF സർക്കാർ വന്നാൽ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. അടിസ്ഥാനരഹിത വിവാദവുമായി കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു മന്ത്രി വി. ശിവൻകുട്ടിയുടെ പ്രത്യാക്രമണം. വയനാടിന്റെ പേരിൽ പണം പിരിച്ചിട്ട് ഒരു വീട് പോലും വെച്ച് നൽകാതെയാണ് യൂത്ത് കോൺഗ്രസ് വിള്ളൽ കാണാൻ പോയത്. ആദ്യം അവർ ആ കാശ് പിരിച്ച കാശിൻ്റെ കണക്ക് 5,80,00,000 ആണല്ലോ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നൊരു വിശ്വസിക്കാൻ പറ്റുന്ന കണക്കല്ലല്ലോ. രാഹുൽ ഗാന്ധി നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ കണക്ക് ഉണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ കണക്കുണ്ട്, കോൺഗ്രസിൻ്റെ കണക്കുണ്ട്. ഇതെല്ലാം കൂടെ വലിയ നമ്പറാണല്ലോ വീട് നിർമ്മിക്കാൻ പറയുന്നത്. നാണമില്ലേ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ അതിൻ്റെ ചോർച്ച കാണാൻ വേണ്ടി പോയിരിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലും വിള്ളൽ വിഷയത്തിൽ പോര് തുടരുകയാണ്. രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടതിനു ശേഷം 50 ദിവസം പിന്നിട്ടു. ഇതുവരെ ഒരു നിർമ്മാണ പ്രവൃത്തിയും തുടങ്ങിയിട്ടില്ല. പിരിച്ച പണത്തിനും കണക്കില്ല. വീടെവിടെ കോൺഗ്രസ് എന്ന് ആവർത്തിച്ചു ചോദിക്കുന്നു ഇടതു സൈബർ ഹാൻഡിലുകൾ. സർക്കാർ പണിത വീടുകളിൽ കയറി താമസിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് ഇനിയുമായിട്ടില്ല. പണിത വീടുകളിൽ വിള്ളലുമെന്ന് കോൺഗ്രസ് ഹാൻഡിലുകളുടെ എതിർവാദം. പെൻസിൽ വര വിവാദത്തിന് ശേഷം വന്ന വാർപ്പിലെ സ്ക്രൂ വിവാദം ഗ്രൗട്ട് ഇഞ്ചക്ഷൻ എന്ന പ്രക്രിയയുടെ ഭാഗമാണെന്നും സാങ്കേതികത്വം അറിയാതെ വെറും വിവാദങ്ങളാണ് ഉയർത്തുന്നതെന്നുമാണ് സർക്കാർ ഭാഗം പറയുന്നവരുടെ വിശദീകരണം. വീടുകളുടെ ഗുണപരിശോധനാ പ്രക്രിയ പുരോഗമിക്കുകയാണെന്ന് കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയും പറയുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.